വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ GD എഡിറ്റിംഗ് കഫേ. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആപ്പ് കണ്ടോ, VIDOS, വീഡിയോസ് എന്നല്ല വിഡോസ് എന്നൊരു ആപ്പാണിത്. അപ്പം ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് എലൈറ്റ് മോഷൻസിൻ്റെ വീഡിയോസ് ഇടുന്നു, അതിനകത്ത് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എലൈറ്റ് മോഷൻ്റെ വീഡിയോസ് എന്താ ഇടാത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ എലൈറ്റ് മോഷൻസ് സപ്പോർട്ട് ആവത്തില്ല, അതിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എലൈറ്റ് മോഷൻസിൻ്റെ വീഡിയോസ് ഞാൻ ഇടാത്തത്. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എലൈറ്റ് മോഷൻസ് വർക്കിംഗ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. അതിനാണ് ഈ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ എലൈറ്റ് മോഷൻസിൽ ചെയ്യുന്ന ഏതൊരു എഫക്ട്സ് ആയാലും അതേ സാധനം തന്നെ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ തന്നെ ഇതിനകത്ത് കിട്ടും. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഈ കാണുന്ന വീഡിയോസാണ്. ഈ വീഡിയോസ് എല്ലാം ഞാൻ ഈ വീഡിയോസ് എന്നുള്ള ആപ്ലിക്കേഷനിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ചെയ്തിട്ട് ഞാൻ VN ൽ കൊണ്ടുവന്നിട്ട് എഫക്ട്സ് വേറെ ഒക്കെ ഇട്ട് സോങ് ഒക്കെ സെറ്റ് ചെയ്തിടും. അപ്പോൾ അതൊരു പ്രൊഫഷണൽ എലൈറ്റ് മോഷൻസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. എലൈറ്റ് മോഷൻ അത്രയും കിട്ടത്തില്ല. എലൈറ്റ് മോഷൻ തന്നെയാണ് നല്ലത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ തന്നെ അതിൽ കിട്ടുന്ന എഫക്ട്സ് നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ആദ്യമേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനിലോട്ട് പോകണം. അപ്പോൾ നെറ്റ് മസ്റ്റാണ്. ഇത് ഓൺലൈനിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് നെറ്റ് മസ്റ്റാണ്. അപ്പോൾ നേരെ നമ്മൾ ആപ്പിലോട്ട് പോവുക. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. നമ്മളത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലോഗോ ആണ് അതിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കാണിക്കും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ കാണുന്ന ക്യാൻസൽ ബട്ടൺ നമ്മൾ ചെയ്ത് കൊടുക്കുക. ക്യാൻസൽ ബട്ടൺ വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് എഫക്ട്സ് ഉള്ള ഒരുപാട് ഓൾറെഡി അവർ ചെയ്ത് വെച്ചേക്കുന്ന എഫക്ട്സിൽ വരും. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ന്യൂ കാണുന്നതിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ വെറും ഈ ഹിന്ദിക്കാർ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വേണം. നമ്മൾ പ്രൊഫഷണൽ ടച്ച് ചെയ്യാൻ വേണ്ടി എഫക്റ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. അതിലെല്ലാം നമ്മൾ പറഞ്ഞ പോലെ നല്ല കിടിലനായിട്ട് എലൈറ്റ് മോഷൻസിൽ വരുന്ന ഓരോരോ എഫക്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരസ്യങ്ങളൊക്കെ കയറി വരും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പരസ്യത്തിൻ്റെ മേളമായിരിക്കും. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തന്നെ ഈ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് ഫിൽറ്റർ എഫക്ട്സും ഇവിടെ തന്നെ ഉണ്ട്. എങ്ങും പോകണ്ട. അപ്പോൾ നമുക്ക് അതിൽ നേരം ടൈം എടുക്കാതെ തന്നെ നമുക്ക് ഈ നമ്മുടെ വീഡിയോസ് മനോഹരമായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ നോക്കുന്നത് നമ്മൾ ഈ ഒരു എഫക്റ്റ് നമ്മൾ എടുക്കും. അപ്പോൾ മേക്ക് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻസ്. അപ്പം നമ്മുടെ പരസ്യം തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് വേണ്ട ഈ പിക്ചേഴ്സ് എല്ലാം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല നൈസായിട്ടുള്ള പിക്സ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് പിക്കുകൾ ഞാനിങ്ങനെ ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ മൊത്തം 7 ഫോട്ടോസാണ് അവിടെ വേണ്ടത്. അത് കൂടുതലുള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എഫക്റ്റിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്കത് അതിനനുസരിച്ച് മൂവ് ചെയ്യാനും ഗ്രാബ് ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് സോങ്ങും കാര്യങ്ങളും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. സോങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ VN ലോ ഏതെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ കൊണ്ടിട്ട് നമുക്ക് നമ്മൾ വീഡിയോ ഇങ്ങനെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. എല്ലാവരും കയറി ട്രൈ ചെയ്യുക. എലൈറ്റ് മോഷനേക്കാളും നല്ല കിടലെന്നാണെങ്കിൽ പറയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക.